സ്റ്റക്കായില്ലേ? ഇനി നന്നാവണമെന്ന് ആഗ്രഹമില്ലേ? എന്നാ ഇത് സേവ് ചെയ്ത് വെച്ചോ. റമദാനായാൽ പിശാചിനെ ചങ്ങലക്കിടുന്നാണല്ലോ. പക്ഷേ നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ ശരിക്കും വില്ലൻ പിശാചല്ലേ? കർഷകൻ നെല്ലിൽ നിന്നും കള പറിക്കുന്ന പോലെ ഒരു ദയ്യം കൂടാതെ പറിച്ചെടുക്കേണ്ട ചില കളകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. കള എന്ന് പറഞ്ഞാൽ വേസ്റ്റ്. വെറും വേസ്റ്റ് അല്ല, നമ്മെ വളരാൻ അനുവദിക്കാത്ത വേസ്റ്റ്. ആക്ച്വലി അസ്സോമു ജുന്നത്തുൻ, വ്രതം പരിചയാണ്, അതോടൊപ്പം തന്നെ കളനാശിനി കൂടിയാണ്. ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കുള്ളിലെ ഗുഡ് ഡീഡ്സിനെ ഇല്ലാണ്ടാക്കുന്ന ഈവിൾ തോട്ട്സിനെ വേരോടെ പിഴുതെറിയാനുള്ള സൊല്യൂഷനാണ് റമദാൻ. പക്ഷേ സംഗതി ഇത്തിരി റിസ്ക് ആണ്. കാര്യം എന്താന്ന് വെച്ചാൽ പിശാച് 2 കാറ്റഗറി ഉണ്ട്. ഒന്നാമത്തേത് നമ്മൾ അഴുതോദ്യത്തിന്റെ ദൂരെ പോകുന്ന പിശാച്, അതിനെയാണ് പടച്ചവൻ ചങ്ങലക്കിട്ടിരിക്കുന്നത്. എന്നാൽ രണ്ടാമത്തേത് അതല്ലാത്ത ഒന്നാണ്. അതേതാ? നമ്മൾ തന്നെ, നമ്മുടെ ഹവൻ നഫ്സ്, നമ്മുടെ അനാവശ്യപരമായിട്ടുള്ള ദേഹേച്ഛകൾ. റമദാനാണ്, തറാവീഹ് നിസ്കരിക്കണമെന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ക്ഷീണം. ഖുർആൻ ഇറങ്ങിയ മാസമാണ്, ഖതം തീർക്കാൻ നല്ല ആഗ്രഹമുണ്ട്. അപ്പോഴാണ് മൊബൈൽ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഖുർആൻ അടക്കുന്നു, മൊബൈൽ തുറക്കുന്നു, നാം പോലും അറിയാതെ നമ്മുടെ വിരലുകൾ സ്ക്രോൾ ചെയ്യുന്നു. അങ്ങനെ ടൈം വേസ്റ്റ്. ഇതാണ് പ്രശ്നം. നമ്മുടെ ദേഹേച്ഛകളാണ് നമ്മെ പിഴപ്പിക്കുന്ന ഏറ്റവും വലിയ വില്ലൻ. ഇത്തരത്തിലുള്ള ഫിത്തനകളെ കൺട്രോൾ ചെയ്ത് നമ്മെ ഫിൽറ്റർ ചെയ്യുന്ന ക്യാമ്പയിനാണ് റമദാൻ. മനുഷ്യനെ അവന്റെ തന്നെ ബെറ്റർ വേർഷനിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന കർമ്മ പദ്ധതി കൂടിയാണിത്. പിശാചിനെ പടച്ചോ നോക്കിക്കോളും, പക്ഷേ നമ്മൾ തന്നെ നോക്കണം. നമുക്കുള്ളിലെ വേസ്റ്റുകളെ നമ്മൾ ദൂരെ കളയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിളയും ഇൻഷാ അല്ലാഹ്.